എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. എല്ലാ നന്മയും ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്കിന്ന് 17ാം ദശകത്തിലെ ധ്രുവചരിതത്തിലെ 3-ാം ശ്ലോകം നോക്കാം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ദൂരം ദുരുക്തി നിഹതഃ സഹ ത്വന്മോഹിതേ ദാരവശ്യേ പിതരി പശ്യതി നിജാംബാം ഗതഃ സ അപി പുംസാ സ്വകർമ്മഗതി സന്തരണായ ശരണം ത്വത്പാദം ഏവ ശിശവേ ശശംസ. ഇവിടെ ത്വന്മോഹിതേ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ടവനായിട്ട്. ആ ഉത്താനപാദ മഹാരാജാവ് അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാരവശ്യേ അതുമല്ല, ഭാര്യയ്ക്ക് അടിമപ്പെട്ട്. ദാരം ഭാര്യയാണ്. ആ ഭാര്യയ്ക്ക് വശംവദനായിട്ട്. അവിടെ ആ പിതാവിൻ്റെ നിസ്സഹായതയാണ്. കുഞ്ഞിനെ ഒന്ന് ലാളിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും സുരുചിയെ ഭയപ്പെട്ടിട്ട് അത് ചെയ്യാതിരിക്കുന്നു. അതാണ് ഇവിടെ നിസ്സഹായത എന്ന് പറഞ്ഞിരിക്കുന്നത്. പിതരി പശ്യതി, ആ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുരുചി ഈ ധ്രുവനെ കഠിനമായിട്ട് ശകാരിച്ചത്. ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം. അപ്പോൾ ഇങ്ങനെ ശകാരവാക്കുകളാൽ സങ്കടപ്പെട്ടവനായിട്ട് അവൻ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോയി. നിജാംബാം ഗതോ നിജാംബാം, നിജ അംബ, സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. നമ്മൾ അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോൾ എന്താ ചെയ്യുക? അടിക്കുകയൊക്കെ ആണെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും അച്ഛൻ പറഞ്ഞാലും അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവും അല്ലേ? അപ്പോൾ ഇവിടെ ഈ സുരുചി വഴക്ക് പറഞ്ഞപ്പോൾ ഉടനെ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം. എന്നിട്ട് ഓടി സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോയി. സാ വിശ്വകർമ്മഗതി സന്തരണായ പുംസാം സഹ അഭി, അവളും ആ സുനീതിയുടെ കാര്യം പറഞ്ഞ ആ സുനീതിയും ആ മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് കരകയറുവാനായിട്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ആ കുഞ്ഞിനോട് പറയുകയാണ് അവിടുത്തെ പാദങ്ങളെ ശരണം പ്രാപിക്കുമെന്ന്. കുഞ്ഞിനോട്, അതായത് ധ്രുവനോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഓടി ആ സുരുചിയുടെ വഴക്ക് കേട്ട് പെട്ടെന്ന് സങ്കടത്തോടെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ ധ്രുവകുമാരനോട് സുനീതി പറഞ്ഞു അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുവാൻ പറഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടി ആ ശ്ലോകം ഒന്ന് വായിക്കാം. 3ാമത്തെ ശ്ലോകം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സംദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. സഹ അപി പഞ്ചവർഷഃ കില മാനീ ആകർണ്യ ഭവദർച്ചന നിശ്ചിതാത്മാ നഗരാത് നിരേത്യ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ മധുകാനനാന്തേ തപസാ ത്വാം ആരരാധ. ഇവിടെ സഹ അപി അവനും, അതായത് ആ ധ്രുവകുമാരനും പഞ്ചവർഷഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചവർഷ 2ാമത്തെ ലൈനിലാണ്. മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ.
ഇവിടെ ആ കുഞ്ഞിൻ്റെ വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചവർഷ, 5 വയസ്സായ ആ കുഞ്ഞും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടെ സോപി എന്ന് പറഞ്ഞാൽ സഹ അപി, അവനും അധ്രുവകുമാരനും അമ്മ പറഞ്ഞതിനെ കേട്ടിട്ട്. കഴിഞ്ഞ 3-ാമത്തെ ശ്ലോകത്തിൽ അമ്മ പറഞ്ഞത് എന്താണ്? ത്വാമാരരാധ ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ എന്ന് പറഞ്ഞു. ആ ത്വത്പാദങ്ങൾ, അവിടുത്തെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ലേ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് അവനും അമ്മ പറഞ്ഞതിനെ കേട്ട് അങ്ങയെ ആരാധിക്കുവാൻ ഉറച്ചു, നിശ്ചയിച്ചു. മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ, 5 വയസ്സേ ഉള്ളൂ എങ്കിലും മാനി എന്ന് പറഞ്ഞാൽ അഭിമാനിയാണ് കുഞ്ഞ്. ഭയങ്കര ദുരഭിമാനം എന്ന് പറയാൻ പറ്റത്തില്ല. അച്ഛൻ്റെ മടിയിലിരിക്കാൻ ഒരേ അവകാശമല്ലേ ഉത്തമനും ധ്രുവനും. പക്ഷേ കുഞ്ഞിനെ, അതായത് ധ്രുവനെ വഴക്ക് പറഞ്ഞു, ഇറക്കി വിട്ടു. അതുകൊണ്ട് അഭിമാനിയായ അവൻ നഗരാത്, നഗരത്തിൽ നിന്നും നിരേത്യ, വിട്ടുപോവുകയാണ്. ആ നഗരത്തിൽ നിന്നേ പോകുന്നു. അമ്മ പറഞ്ഞതിനെ കേട്ടിട്ട് എവിടേക്കാണ് പോകുന്നത്? ആ ഭഗവാനെ ആശ്രയിക്കാൻ. ഭഗവാൻ എവിടെ ഇരിക്കുന്നതെന്നറിയുമോ? അപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, ഈ കുഞ്ഞിങ്ങനെ ചോദിച്ച് പോകുന്നത് കണ്ടിട്ട് നാരദൻ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ, നാരദനോടും ചോദിച്ചു ആ ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പം നാരദൻ ഉപദേശിച്ചു. വഴിക്ക് വെച്ച് ആ കുഞ്ഞിനെ കണ്ട നാരദൻ ഉപദേശിച്ചു, മന്ത്രവും ഉപദേശിച്ചു, ആരാധനാക്രമവും ഉപദേശിച്ചു. അതനുസരിച്ചാണ്. എന്ത് മന്ത്രമായിരിക്കും ഉപദേശിച്ചിട്ടുണ്ടാവുക? ആ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം, അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞു കൊടുത്തു, ജപിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് ആ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രവും ജപിച്ച് ആരാധന നടത്തുകയാണ്. എന്താരാധനയാണ്? ഇവിടെ തപസ്സാണ്. ത്വാമാരരാധ തപസാ മധുഗാനനന്ദേ. അങ്ങനെ ആ അങ്ങയെ ആരാധിക്കുവാനായിട്ട് മധുവനം എന്ന കാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് തപസ് തുടങ്ങി. 5 വയസ്സായ കുഞ്ഞ് അങ്ങനെ തപസ്സിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ ശ്ലോകം നോക്കാം. ആകർണ്യ സോപി ഭവദർശന നിശ്ചിതാത്മാ വാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വമാരരാധ തപസാ മധുകാനനാന്തേ. ഇനി 5-ാമത്തെ ശ്ലോകം നോക്കാം. ഈ 5-ാമത്തെ ശ്ലോകത്തിൽ ഈ 5 വയസ്സായ കുഞ്ഞ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അതിൽ വിഷണ്ണനായിരിക്കുന്ന പിതാവിനെയാണ് കാണിക്കുന്നത്. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്രവൃത്തൗ ബാലസ്ത്വദർപ്പിതമന ക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില മഞ്ജമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമന ക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. വിഷണ്ണഹൃദയേ താതേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലഃ ത്വദർപ്പിതമനഃ ക്രമവർദ്ധിതേന കഠോര തപസാ പഞ്ചമാസാൻ നിന്യേ കില. ഇവിടെ ആ താതേ എന്ന് പറഞ്ഞാൽ താതൻ. ആ കുട്ടി പട്ടണം വിട്ടുപോയി. കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് 4-ാം ശ്ലോകത്തിൽ പറഞ്ഞത് നഗരാത് നിരേത്യ, പട്ടണം വിട്ടു പോന്നു ഇല്ലേ. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കണ്ടിട്ട് താതേ വിഷണ്ണ ഹൃദയേ എന്ന് പറഞ്ഞ വിഷണ്ണ ഹൃദയനായ അച്ഛൻ. ഇവിടെ ഉള്ളിൽ വിഷാദം വന്നത് പുറത്ത് കാണിക്കാതിരിക്കുന്നതാണെന്നും വിചാരിക്കുക. എന്തുകൊണ്ടെന്നാൽ സുരുചിയെ പേടിച്ചിട്ട്. ആ സുരുചിയെ ധാരവശാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 1-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ ആ ഭാര്യയെ പേടിച്ചിട്ട് ചിലപ്പം പുറത്ത് കാണിക്കാത്തതായിരിക്കും, ഹൃദയത്തിൽ മാത്രം വിഷാദം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. ആ നഗരം ഗതേന, ആ നഗരത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആര്? കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ശ്രീ നാരദേന നഗരത്തിൽ, നാരദൻ അവിടെ എത്തിച്ചേരുകയാണ് ഉത്താനപാത മഹാരാജാവിൻ്റെ അടുത്ത്. പരിസാന്ത്വിത ചിത്തവൃത്തൗഹു, എന്നിട്ട് ആശ്വസിപ്പിക്കുന്ന വചനങ്ങളൊക്കെ പറഞ്ഞു. അതായത് നല്ല
ആശ്വാസവചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ബാലസ്ത്വതർപ്പിതമനാഹ, ആ ബാലനോ ഈ സമയത്ത് ആ അങ്ങയിൽ ത്വതർപ്പിതമനാഹ, അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ് മനസ്സ്. ആ അർപ്പിക്കപ്പെട്ട മനസ്സുമായിട്ട് ക്രമവർദ്ധിതേന, ക്രമമായി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. എന്തോന്ന് വർദ്ധിപ്പിച്ചു? നിന്നെ കഠോര തപസ്, ആ കഠോര തപസ്സാണ് അങ്ങയിൽ മനസ്സൻ അർപ്പിച്ച് ആ തപസ് ക്രമേണ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. കില പഞ്ചമാസൻ, എത്ര നാളത്തേക്കാണ്? 5 മാസങ്ങൾ ഇങ്ങനെ കഠിനമായി തപസ്സു ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ താതേ വിഷണ്ണ ഹൃദയെ, ആ താതൻ പിതാവ് വിഷണ്ണ ഹൃദയനായിട്ടിരിക്കുന്നത്, അതായത് ഹൃദയത്തിൽ വിഷാദവുമായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ അപ്പോഴേക്കും നഗരത്തിൽ എത്തിച്ചേരുകയാണ് ശ്രീനാരദ മഹർഷി. ആ പരിസാന്ത്വിത ചിത്തവൃത്തവും തക്ക സമാധാന വാക്കുകളാൽ ഇങ്ങനെ ആശ്വാസവചനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനമുള്ളവനാക്കി തീർത്തു. ബാലത്വതർപ്പിത ബാലഹ, ആ കുട്ടിയോ ഈ സമയത്ത് അങ്ങയിൽ തന്നെ, ആ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ച് പടിപടിയായി തൻ്റെ തപസ്, ആ കഠോരമായി തപസ്സിനെ അനുഷ്ഠിച്ചുകൊണ്ട് 5 മാസങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും.